ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പുണ്യമായ കാലമാണല്ലോ വലിയ നോമ്പ്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ നോമ്പ്? വെറും ഭക്ഷണ നിയന്ത്രണമാണോ? ഈസ്റ്ററിന് മുൻപുള്ള ഈ 50 അല്ലെങ്കിൽ 40 ദിവസങ്ങൾ എന്നത് ആത്മീയമായ ഒരു പുനർജന്മമാണോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് യേശുക്രിസ്തുവിന്റെ നോമ്പ് അനുഭവത്തെക്കുറിച്ചും വിവിധ ക്രൈസ്തവ സഭകൾ ഈ നോമ്പിനെ എങ്ങനെയൊക്കെയാണ് ആചരിക്കുന്നത് എന്നതിനെക്കുറിച്ചുമാണ്. 2. യേശുവിന്റെ മരുഭൂമിയിലെ പരീക്ഷണം, ദ ടെസ്റ്റമെന്റ്. എന്തിനാണ് നമ്മൾ നോമ്പ് നോൽക്കുന്നത്? ഇതിന്റെ അടിസ്ഥാനം യേശുക്രിസ്തു തന്നെയാണ്. തന്റെ പരസ്യജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് യേശു പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. അവിടെ 40 രാവും 40 പകലും അദ്ദേഹം ഉപവസിച്ചു. വിശപ്പും ദാഹവും അനുഭവിച്ച ആ സമയത്താണ് സാത്താൻ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വരുന്നത്. എന്നാൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് പഠിപ്പിച്ചുകൊണ്ട് യേശു ആ പരീക്ഷണങ്ങളെ അതിജീവിച്ചു. ആ ത്യാഗത്തിന്റെയും പ്രാർത്ഥനയുടെയും ഓർമ്മ പുതുക്കലാണ് നമ്മുടെ ഓരോ നോമ്പുകാലവും. 3. വിവിധ സഭകളിലെ ആരംഭവും രീതികളും, ദ കമ്പാരിസൺ. ഓരോ സഭയിലും നോമ്പ് ആരംഭിക്കുന്ന രീതിയിലും ആചാരങ്ങളിലും ചില മാറ്റങ്ങളുണ്ട്. നമുക്കത് ഓരോന്നായി നോക്കാം. ലത്തീൻ സഭ, ലാറ്റിൻ റൈറ്റ്. ആരംഭം വിഭൂതി ബുധൻ, ആഷ് വെൻസ്ഡേ. കഴിഞ്ഞ വർഷത്തെ കുരുത്തോല കത്തിച്ച ചാരം നെറ്റിയിൽ അണിഞ്ഞ് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നോമ്പ് തുടങ്ങുന്നു. രീതി 40 ദിവസത്തെ നോമ്പ്. പ്രധാനമായും വെള്ളിയാഴ്ചകളിൽ കുരിശിന്റെ വഴി നടത്തുന്നതിനും മാംസാഹാരം ഉപേക്ഷിക്കുന്നതിനും മുൻഗണന നൽകുന്നു. സീറോ മലബാർ സഭ, സീറോ മലബാർ റൈറ്റ്. ആരംഭം വിഭൂതി തിങ്കൾ. ലത്തീൻ സഭയ്ക്ക് 2 ദിവസം മുൻപേ ഇവിടെ നോമ്പ് തുടങ്ങും. തലേ ദിവസം പെത്രിത്ത എന്ന പേരിൽ മാംസാഹാരം കഴിച്ച് നോമ്പിനായി ഒരുങ്ങുന്ന പതിവുണ്ട്. രീതി ഇതിനെ 50 നോമ്പ് എന്ന് വിളിക്കുന്നു. പള്ളികളിൽ സ്ലീവാപാതയും വീടുകളിൽ സന്ധ്യാപ്രാർത്ഥനകളും ഈ കാലയളവിൽ സജീവമാണ്. ഓർത്തഡോക്സ്, യാക്കോബായ, മലങ്കര സഭകൾ. ഓറിയന്റൽ ഓർത്തഡോക്സ്, മലങ്കര. ആരംഭം ശുബ്ഗോനോ, സർവീസ് ഓഫ് റിക്കൺസിലിയേഷൻ. തിങ്കളാഴ്ചയാണ് നോമ്പ് തുടങ്ങുന്നത്. പരസ്പരം ചുംബനം നൽകി മാപ്പ് ചോദിക്കുന്ന ഹൃദയസ്പർശിയായ ചടങ്ങോടെയാണ് ഇവർ നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്. രീതി നോമ്പ് അതീവ കർക്കശമാണ്. മത്സ്യമാംസാദികളും പാൽ ഉൽപ്പന്നങ്ങളും പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു. നമസ്കാരങ്ങളിൽ കുമ്പിടിൽ, പ്രോസ്ട്രേഷൻസ് ഈ സഭകളുടെ പ്രത്യേകതയാണ്. ബൈസന്റൈൻ സഭ, ബൈസന്റൈൻ റൈറ്റ്. ആരംഭം ക്ലീൻ മൺഡേ, ക്ലീൻ മൺഡേ. ഇതിനെ ഗ്രേറ്റ് ലെൻറ്റ് എന്ന് വിളിക്കുന്നു. ഇവിടെ വിഭൂതി ചടങ്ങുകൾക്ക് പകരം ആത്മീയ ശുദ്ധീകരണത്തിനാണ് പ്രാധാന്യം. രീതി ലോകത്തിലെ ഏറ്റവും കഠിനമായ നോമ്പ് രീതികളിൽ ഒന്നാണിത്. ചില ദിവസങ്ങളിൽ എണ്ണയും മദ്യവും പോലും ഒഴിവാക്കി കഠിനമായ പ്രായശ്ചിത്തത്തിലൂടെ ഇവർ ഈസ്റ്ററിനായി ഒരുങ്ങുന്നു. 4. ഉപസംഹാരം, കൺക്ലൂഷൻ. അപ്പോൾ കണ്ടല്ലോ, ഓരോ സഭയുടെയും പാരമ്പര്യങ്ങൾ വ്യത്യസ്തമാണെങ്കിലും എല്ലാവരുടെയും ലക്ഷ്യം ഒന്നുതന്നെയാണ്: ഈശോയുടെ പീഡാനുഭവങ്ങളിൽ പങ്കുചേരുക. ഭക്ഷണത്തിന്റെ ഉപവാസത്തേക്കാൾ ഉപരിയായി നമ്മുടെ മോശം സ്വഭാവങ്ങൾ ഉപേക്ഷിക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനും ഈ നോമ്പുകാലം നമുക്ക് പ്രചോദനമാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ സഭയിലെ നോമ്പ് രീതികൾ എന്തൊക്കെയാണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി.